ജനാധിപത്യം ഇതിന്റെ പേരോ മതേതരത്വം. പറയൂ പറയൂ സതീശ, പറയൂ സതീശ. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ. കേരള മുഖ്യന്റെ ഓഫീസിൽ, കേരള മുഖ്യന്റെ ഓഫീസിൽ മയക്കുമരുന്നിൻ കേന്ദ്രമോ, MDMA ഏജന്റും മയക്കുമരുന്നിൻ ഏജന്റും. മുമ്പേ മാനക്കേട്, മുമ്പേ മാനക്കേട്, മാനക്കേട് ഗതികേട്, കേരള നാടിൻ ഗതികേട്. ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം കേരള നാട് കണ്ടിട്ടില്ല. ആ വെള്ളക്കൊട്ടാരത്തിൽ, ആ വെള്ളക്കൊട്ടാരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മയക്കുമരുന്നിൻ ഏജന്റ്, മയക്കുമരുന്നിൻ ഏജന്റ്, MDMA ഏജന്റ്. എന്തേ ഒന്നും മിണ്ടാത്തേ? ഹലോ മിസ്റ്റർ സതീശ, എന്തേ ഒന്നും മിണ്ടാത്തേ? ഇറങ്ങിപ്പോയെന്നോ, ഇറങ്ങിപ്പോയെന്നോ? എന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നായി തന്നെ പറഞ്ഞേക്കാം. നേരെ ചൊവ്വ ഭരിച്ചോളൂ, നേരെ ചൊവ്വ ഭരിച്ചില്ലേ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. പറയുന്നതാരും അറിയാമോ? കേരള നാട്ടിലെ DYFI ചരിത്രത്താളുകൾ മറിച്ചു നോക്കൂ, ചരിത്രത്താളുകൾ മറിച്ചു നോക്കൂ. ഇവിടെ കാണാം DYFI. DYFI ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം സ്വാഗത പ്രാസംഗികനിവിടെ സൂചിപ്പിച്ചതാണ്. ഈ കേരളത്തിനകത്തെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിനകത്ത് കണ്ടുവരുന്ന കാഴ്ചകൾ ശരിക്കും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഭരിക്കുന്ന മന്ത്രിമാരുടെ കാര്യത്തിലായാലും ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് കീഴിൽ വരുന്നവർ MDMAയുടെ ഏജൻ്റായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലേക്ക് UDF അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് പല വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. കഞ്ചാവ് മാഫിയകളുമായി ബന്ധമുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഈ കേരളത്തിനകത്ത് പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നതിനു ശേഷം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലേക്ക് പോലും 2.5 കിലോ കഞ്ചാവ് വീട്ടിൽ വെച്ച് പിടിച്ച ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അന്നുയർന്നിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രി, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അബ്ദുൾ ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഏജൻ്റായി ഇപ്പോൾ പിടിക്കപ്പെട്ടു. 139 ഗ്രാം MDMAയുമായിട്ടാണ് 3 പ്രതികൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മക്കളോട് പോലും ഇത്രയധികം വാത്സല്യത്തോടു കൂടി പെരുമാറുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ ഫോട്ടോയും വീഡിയോയും കാണുമ്പോൾ ഇത്രയധികം വാത്സല്യത്തോടു കൂടി MDMAയുടെ പ്രതിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം കേരളത്തിന് ഇന്ന് സുപരിചിതമായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ചില നേതാക്കളുണ്ട്, ആ ചില നേതാക്കൾ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ വെച്ച് പരിശോധിക്കപ്പെടുമ്പോൾ രാവിലെ ഒന്ന് പറയുന്നു, രാത്രി മറ്റൊന്ന് പറയുകയാണ്. കാരണം പറയുന്നത് പോലും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറുമ്പോൾ
ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി അവരെല്ലാം വൈദ്യപരിശോധന നടത്തേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭരണം മാറുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്തെ ഇടതുപക്ഷത്തിൻ്റെയും DYFIയുടെയും വനിതാ നേതാക്കൾക്ക് നേരെ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അറ്റാക്ക് ഈ കേരളത്തിനകത്തെ ലജ്ജിച്ച് നിർത്തുകയാണ്. കണ്ടാൽ അറയ്ക്കും വിധത്തിലേക്ക്, കണ്ടാൽ മനസ്സുകൾ പോലും അറയ്ക്കും വിധത്തിലേക്കുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രയോഗിക്കുന്നത്. ഏറ്റവും അവസാനം കടലിൽ കാണാതായിട്ടുള്ള ശ്രീ ജോണിൻ്റെ വീട്ടിലെ ജോണിൻ്റെ മകളെപ്പോലും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ്. എന്തെല്ലാം വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ പോലും കേരളത്തിലുള്ള യുവസമൂഹം നോക്കിക്കാണുകയാണ്. ഇതെങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇവർ ആക്രമിക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ തലച്ചോറിലേക്ക് ഇതെല്ലാം പറയാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്? അത് MDMA പോലുള്ള ഉപയോഗത്തിൻ്റെ ഭാഗമായി കേരളത്തിനകത്തെ ഒരു വലിയ കൂട്ടത്തെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് തെറി വിളിക്കാൻ ഒരു മടിയുമില്ലെന്നേ. ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ മറ്റൊന്ന് പറയുകയാണ്. പറയുന്നത് പോലും മറന്നു പോവുകയാണ് ചില ആളുകൾ. ഞാൻ പേരൊന്നും എടുത്ത് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. അവരുടെയൊക്കെ കൂടെ, ഈ കോൺഗ്രസിൻ്റെ കൂടെ ഇത്തരം ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിനകത്ത് DYFI പല ഘട്ടങ്ങളിലായി DYFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് കഞ്ചാവിൻ്റെയും ഇത്തരം മാഫിയകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ സഖാവ് നിതിന് ഇങ്ങനെ കഞ്ചാവ് മാഫിയകളുടെ അക്രമത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നത് ഇത്തരത്തിലുള്ള തെറ്റായ ഇടപെടലുകളെ ശക്തമായി പ്രതിരോധിച്ചു പോകുന്ന സംഘടന DYFI ആയതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് ഇന്നത്തെ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന സമീപനം എന്താണ്? ഇവിടെ ഉയർന്നു വരുന്ന ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെപ്പോലും വിലക്കപ്പെടുകയാണ്. എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിലും ഈ രാജ്യത്തിനകത്തും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരായിട്ട് എടുക്കുന്ന നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ പ്രതിഷേധം എപ്പോഴും ഉയർത്തിയിട്ടുള്ളത് ഈ കേരളമാണ്. ആ കേരളത്തെ പോലും ലജ്ജിക്കും വിധത്തിലേക്ക് കേരളം ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസും മാറുകയാണ് എന്നുള്ളതാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെ മെറ്റയെ കൊണ്ട് അത് തിരിച്ചെടുപ്പിക്കുകയാണ്, അതിനെ തടസ്സപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിനെ എന്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ അവസ്ഥ കേരളത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, കേരളം ഭരിക്കുന്ന ഭരണാധികാരികളാണ്. അതിനെ കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ BJP ആണോ ഈ കേരളം ഭരിക്കുന്നത് എന്ന് സംശയിക്കും വിധത്തിലേക്ക് ഈ കേരളത്തിൻ്റെ ഭരണകൂടം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഈ മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ പോലും കൈകടത്തുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഈ കേരളവും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങളെപ്പോലും ലംഘിക്കും വിധത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ കേരളത്തിനകത്ത് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും DYFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, നമ്മുടെ നാട് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന നാടാണ്. എല്ലാവരും വിദ്യാസമ്പന്നരായ പുതിയ തലമുറ കടന്നു വരുന്ന നാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഇത്തരം ഭരണാധികാരികളുടെ കീഴിൽ നിന്നുകൊണ്ട് ഇത്തരം MDMAയുടെ ഏജൻറ്റുമാർ മാറുമ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിനകത്തുണ്ടാകുന്നത്? ഒരു മടി കൂടാതെ ഈ കേരളത്തിനകത്ത് MDMA പോലുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുവാൻ വേണ്ടി ഇവർക്ക് ആരാണ് ഇങ്ങനെയുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്? അവരുടെ ഭയം എന്തുകൊണ്ട് നഷ്ടപ്പെടുകയാണ്? ഒരു ഭാഗത്ത് തൂഫാൻ്റെ ഭാഗമായി ഇടപെടുമ്പോഴും മറുഭാഗത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചില പ്രവർത്തകരാണ് കേട്ടോ, എല്ലാവരെയും അതിൽ ചൂണ്ടാൻ വേണ്ടി നിൽക്കുന്നില്ല. ചില പ്രവർത്തകർക്ക് ഇതിൻ്റെ അവസരം ഇവിടെ നിന്നാണ് ഉണ്ടായത്. 7.5 ലക്ഷം രൂപയോളം വരുന്ന തുകയാണ് ഈ 139 ഗ്രാം MDMAയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്നത്. ഈ തുക എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവിടെയാണ് സംശയങ്ങൾ ഉന്നയിക്കുന്നത്, അവിടെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ UDF ഗവൺമെൻറ്റിന് വലിയ പണക്കോട്ടകൾ തീർത്തു കൊടുത്തത് ഇത്തരം MDMAയുടെ ഏജൻറ്റുമാരാണോ എന്ന സംശയം DYFI ഉയർത്തിപ്പിടിക്കുകയാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്.
അതിനെ സംബന്ധിച്ച്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിനകത്തെ ക്രമസമാധാനത്തെ തകർക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി DYFI മുന്നോട്ട് വെക്കുകയാണ്. പുതിയ തലമുറയുടെ മനസ്സിലേക്ക്, അവരുടെ തലച്ചോറിലേക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ കൊണ്ടെത്തിക്കുവാനുള്ള സാഹചര്യം ഈ ഭരണാധികാരികൾ തന്നെ ഒരുക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിനകത്ത് ഉയർന്നു വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള DYFIയുടെ എല്ലാ കരുത്തരായ സഖാക്കളെയും DYFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിപ്ലവ അഭിവാദ്യങ്ങൾ.